നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായി പറഞ്ഞാൽ നെറ്റ്വർക്ക് എന്നത് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതോ ആശ്രയിക്കുന്നതോ ആയ ഘടകങ്ങളുടെ ഒരു സംവിധാനമാണ്. ഇതിലൂടെ വിഭവങ്ങളും വിവരങ്ങളും ആശയവിനിമയവും പങ്കുവെക്കാൻ കഴിയും. സാധാരണയായി സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് അർത്ഥമാക്കുന്നത്. എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, പ്രിന്ററുകൾ, സ്മാർട്ട് ഫോണുകൾ മുതലായവ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനും വിഭവങ്ങൾ പങ്കുവെക്കാനും കഴിയുന്ന ഒരു കൂട്ടമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഈ ഉപകരണങ്ങൾ പല രീതിയിൽ ബന്ധിപ്പിക്കാം. വയർ ഉപയോഗിച്ച്, ഉദാഹരണത്തിന് ഇയാനെറ്റ് കേബിളുകൾ. വയർലെസ് ആയി, ഉദാഹരണത്തിന് വൈഫൈ, ബ്ലൂടൂത്ത്, സെല്ലുലാർ ഡാറ്റ എന്നിവ വഴി. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? നെറ്റ്വർക്കിലെ ഉപകരണങ്ങൾ ഡാറ്റ കൈമാറാൻ ചില നിയമങ്ങൾ, പ്രോട്ടോക്കോളുകൾ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് HTTP ഉപയോഗിക്കുന്നു. ഈ ഡാറ്റ സാധാരണയായി ചെറിയ കഷണങ്ങളായി, പാക്കറ്റുകൾ വിഭജിച്ച് നെറ്റ്വർക്കിലൂടെ അയക്കുകയും ലക്ഷ്യസ്ഥാനത്ത് വെച്ച് വീണ്ടും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. നെറ്റ്വർക്കുകളുടെ പ്രധാന ഉപയോഗങ്ങളും പ്രയോജനങ്ങളും. നെറ്റ്വർക്കുകൾ നമ്മുടെ ആധുനിക ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അവ ധാരാളം പ്രയോജനങ്ങൾ നൽകുന്നു. ആശയവിനിമയം, ഇമെയിൽ, മെസ്സേജിംഗ്, വീഡിയോ കോളുകൾ, സോഷ്യൽ മീഡിയ എന്നിവയെല്ലാം സാധ്യമാക്കുന്നു. വിഭവങ്ങൾ പങ്കുവെക്കൽ, റിസോഴ്സ് ഷെയറിംഗ്, പ്രിന്ററുകൾ, സ്കാനറുകൾ പോലുള്ള ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളും ഒന്നിലധികം ആളുകൾക്ക് പങ്കുവെക്കാൻ സഹായിക്കുന്നു. ഇത് ചിലവ് കുറയ്ക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫയലുകൾ പങ്കുവെക്കൽ, ഫയൽ ഷെയറിംഗ്, ഡാറ്റ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് സൂക്ഷിക്കാനും അംഗീകൃത ഉപയോക്താക്കൾക്ക് എവിടെ നിന്നും ലഭ്യമാക്കാനും ഇത് സഹായിക്കുന്നു. വിദൂര പ്രവേശനം, റിമോട്ട് ആക്സസ്, ഉപയോക്താക്കൾക്ക് ലോകത്തെവിടെ നിന്നും വിഭവങ്ങളും ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇത് വർക്ക് ഫ്രം ഹോം പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. സഹകരണം, കൊളാബൊറേഷൻ, ടീമംഗങ്ങൾക്ക് ഒരുമിച്ച് പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും തത്സമയം ഫീഡ്ബാക്ക് നൽകാനും നെറ്റ്വർക്കുകൾ സഹായിക്കുന്നു. ഇന്റർനെറ്റ് പ്രവേശനം, വേൾഡ് വൈഡ് വെബുമായി ബന്ധിപ്പിക്കാനും ധാരാളം വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാനും നെറ്റ്വർക്കുകളാണ് അടിസ്ഥാനം. സുരക്ഷ, ഫയർവാളുകളും എൻക്രിപ്ഷനും പോലുള്ള സുരക്ഷാ നടപടികൾ ഉപയോഗിച്ച് ഡാറ്റയും സിസ്റ്റങ്ങളും അനധികൃത പ്രവേശനത്തിൽ നിന്നും സൈബർ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഡാറ്റ കേന്ദ്രീകരണം, സെൻട്രലൈസേഷൻ ഓഫ് ഡേറ്റ, ഡാറ്റ സെൻട്രൽ സെർവറുകളിൽ സൂക്ഷിക്കുന്നത് കൈകാര്യം ചെയ്യാനും ബാക്കപ്പ് ചെയ്യാനും എളുപ്പമാക്കുന്നു. വിനോദം, ഓൺലൈൻ ഗെയിമിംഗ്, സിനിമകളും പാട്ടുകളും സ്ട്രീം ചെയ്യൽ തുടങ്ങിയ ഡിജിറ്റൽ വിനോദങ്ങൾ സാധ്യമാക്കുന്നു.